നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ അനന്തപുരി നിന്നൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ നവ്യടുത്ത് വന്ന് യാത്രയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നവ്യ കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്, കുറച്ച് അഹങ്കാരത്തോടെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ നയനടുത്ത് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ആണെങ്കിൽ പോലും എനിക്കൊരു പൈസയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയുടെ മോഡലും കാര്യങ്ങളുമാണ്. ആ വഴി എനിക്ക് കിട്ടിയ കുറച്ച് പൈസയൊക്കെ എൻ്റെ ബാങ്കിൽ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയ്ക്കാണെങ്കിൽ കുറച്ച് ഉപദേശമൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ തുറന്ന് പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നയനാണെങ്കിൽ ഒന്നിങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നയന പറയത്തൊന്നുമില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ ജയനെയാണ്. അപ്പോൾ ജയനാണെങ്കിൽ നമ്മൾ ദേവേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ആദർശ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇനി തിരിച്ച് കയറിയ സമയത്ത് എല്ലാം നേടിക്കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ദേവേനി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷേ നയനമോളാണെങ്കിൽ ഇപ്പോൾ ആദർശിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിൽ അവൾക്കൊരു അമ്മയുടെ പരിചരണവും കാര്യമൊക്കെ കിട്ടേണ്ട സമയമല്ലേ. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അതൊന്നും അവൾക്ക് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ടെൻഷനിലാണ് നമ്മൾ ദേവയാനി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.